എല്ലാവർക്കും ആസ്പിയർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ സിനിമകളുടെ OTT അപ്ഡേറ്റ്സ് അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് നദാനിയൻ എന്ന ഹിന്ദി സിനിമയെക്കുറിച്ചാണ്. ഇബ്രാഹിം അലി ഖാനും ഖുഷി കപൂറും പ്രധാന റോളുകളിലെത്തുന്ന റൊമാന്റിക് ഡ്രാമ മൂവിയാണ് നദാനിയാൻ. ഇപ്പോൾ ഈ ഒരു സിനിമ മാർച്ച് 7 നെറ്റ്ഫ്ലിക്സ് വഴി ഡയറക്റ്റ് OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ദ ലാസ്റ്റ് ഓഫ് അസ് എന്ന ഇംഗ്ലീഷ് സീരീസിനെ കുറിച്ചാണ്. പെഡ്രോ പാസ്കൽ പ്രധാന കഥാപാത്രമായി എത്തിയ സയൻസ് ഫിക്ഷൻ സൂംബി ഹൊറർ സീരീസ് ആണ് ദ ലാസ്റ്റ് ഓഫ് അസ്. ഏപ്രിൽ 13 ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഈ ഒരു സീരീസ് OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് പൊന്മാൻ എന്ന മലയാളം സിനിമയെക്കുറിച്ചാണ്. ബേസിൽ ജോസഫ് പ്രധാന കഥാപാത്രമായി എത്തിയ കോമഡി ഡ്രാമ മൂവിയാണ് പൊന്മാൻ. തിയേറ്ററുകളിൽ വൻ വിജയം നേടിയെടുത്ത ഈ ഒരു ചിത്രം മാർച്ച് പകുതിയോടുകൂടി ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ഡൊമിനിക് എന്ന മലയാളം മൂവിയെക്കുറിച്ചാണ്. മമ്മൂട്ടിയും ഗോകുൽ കൃഷ്ണയും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ കോമഡി ത്രില്ലർ മൂവിയാണ് ഡൊമിനിക്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട ഈ ഒരു ചിത്രം മാർച്ച് ലാസ്റ്റ് വീക്കോടുകൂടി സോണി ലിവിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ബേബി ജോൺ എന്ന ഹിന്ദി സിനിമയെക്കുറിച്ചാണ്. വരുൺ ധവാനും കീർത്തി സുരേഷും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രമാണ് ബേബി ജോൺ. ആക്ഷൻ ഡ്രാമ ത്രില്ലർ കാറ്റഗറിയിൽപ്പെട്ട ഈ ഒരു ചിത്രം തിയേറ്ററുകളിൽ ഫ്ലോപ്പായി മാറിയിരുന്നു. ഇപ്പോൾ ഈ ഒരു ചിത്രം ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റ് ജയിലർ എന്ന മലയാളം സിനിമയെക്കുറിച്ചാണ്. ധ്യാൻ ശ്രീനിവാസൻ നായകനായി എത്തിയ ത്രില്ലർ മൂവിയാണ് ജയിലർ. തിയേറ്ററുകളിൽ ഫ്ലോപ്പായി മാറിയ ഈ ഒരു ചിത്രം ഫെബ്രുവരി ലാസ്റ്റ് വീക്കിൽ സർപ്രൈസായി മനോരമ മാക്സിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് വേല എന്ന മലയാളം സിനിമയെക്കുറിച്ചാണ്. ഷെയ്ൻ നിഗമും സണ്ണി വെയിനും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ഡ്രാമ ത്രില്ലർ മൂവിയാണ് വേല. തിയേറ്ററുകളിൽ നിന്നും മിക്സഡ് അഭിപ്രായങ്ങൾ നേടിയെടുത്ത ഈ ഒരു ചിത്രം ഫെബ്രുവരി 28 ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ഹണ്ട് എന്ന മലയാളം സിനിമയെക്കുറിച്ചാണ്. ഭാവന പ്രധാന കഥാപാത്രമായി എത്തിയ ക്രൈം ത്രില്ലർ മൂവിയാണ് ഹണ്ട്. തിയേറ്ററുകളിൽ ഡിസാസ്റ്ററായി മാറിയ ഈ ഒരു സിനിമ ഫെബ്രുവരി 28 ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ഇമോജി എന്ന തമിഴ് TV സീരീസിനെ കുറിച്ചാണ്. മാനസ ചൌധരി, ദേവിക, മഹത് രാഘവേന്ദ്ര എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന റൊമാന്റിക് ത്രില്ലർ സീരീസാണ് ഇമോജി. ഇപ്പോൾ ഈ ഒരു സീരീസ് ഫെബ്രുവരി 28 ആഹ തമിഴിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. അവസാനത്തെ അപ്ഡേറ്റ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന മലയാളം സിനിമയെക്കുറിച്ചാണ്. കുഞ്ചാക്കോ ബോബൻ തകർത്ത് അഭിനയിച്ച് ഇപ്പോഴും തിയേറ്ററുകളിൽ വൻ വിജയം നേടിക്കൊണ്ടിരിക്കുന്ന ക്രൈം ത്രില്ലർ മൂവിയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഇപ്പോൾ ഈ ഒരു സിനിമയുടെ OTT അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഈ ഒരു ചിത്രം മാർച്ച് പകുതി കഴിഞ്ഞ് നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും OTT അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.